സ്കൂളിലേക്കുള്ള ബുക്കൊക്കെ പൊതിഞ്ഞതിന് ശേഷം അനാഥമായിട്ടുള്ളതാ ഒരു ബ്രൗൺ പേപ്പറിൻ്റെ റോളാണ് കേട്ടോ ഇത്. കുറേ നാളായി ഇത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് അതിന് അവസരം ഒത്തു വന്നത്. നമുക്കിതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഈ ഒരു റോളിന് നമ്മളിതാ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി കുറേ എണ്ണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം സ്റ്റാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മിനിമൽ ക്വാണ്ടിറ്റിയിൽ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ അല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ 3 ഞാൻ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ സെറ്റ് ആവണം വിധം. ഇനി ബാക്കി ഭാഗം കൂടി ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ഒരു 3 കഷ്ണാക്കിയിട്ട് ഞാനൊന്ന് പൊന്തിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ റോഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ റോഡിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിനൊക്കെ കുറച്ചും കൂടി നല്ലത് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വല്ല തുണിയുടെ മെറ്റീരിയലാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഒരു വെൽവെറ്റ് തുണി വെച്ചിട്ട് ഞാനിതായി ഓരോ റോളിന് ഇതാ ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ 3 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങാനും. അപ്പോൾ ഈ 3 നമ്മളിതാ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം ഇതാ അതുപോലെ വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കാണ്. അവിടെ നമ്മളിതാ ഇതേ വെൽവെറ്റ് പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പുറത്തെ വൃത്തികേടൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് കുറച്ച് ആവുന്ന രീതിയിൽ ഒരു മെറൂൺ കളർ പെയിൻറ്റ് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതാ ഇതുപോലെ നിങ്ങളുടെ റിങ്സോ അതല്ലെങ്കിൽ ചെറിയ വളകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബണ്ണും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ അറേഞ്ച് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ ഒരു ഹോൾഡർ? നല്ല ഓർഗനൈസർ അല്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.